നമ്മളെല്ലാം സാധാരണ നടത്താറുള്ള ചില യാത്രകളില്ലേ, ബസ്സിലോ ട്രെയിനിലോ ചിലപ്പോൾ കാറിലോ ഒക്കെ. അങ്ങനെയുള്ള യാത്രകളിൽ നമുക്ക് ആവശ്യം വരുന്ന കുറച്ച് ഇംഗ്ലീഷ് സെൻറ്റൻസസ് നമുക്കിത് മനസ്സിലാക്കാം. ഇത് നിങ്ങളുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ബെറ്റർ ആക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ആദ്യം ഇങ്ങനൊരു സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളൊരു ബസ് സ്റ്റോപ്പിലെത്തി. അപ്പോൾ നമ്മൾ അവിടെ വന്ന് ആദ്യം ചിന്തിക്കുന്നത് അടുത്ത ബസ് എപ്പോഴാണാവോ എന്നായിരിക്കും അല്ലേ. അപ്പോൾ അടുത്ത് നിൽക്കുന്ന ഒരാളോട് അടുത്ത ബസ് എപ്പോഴാണ് എന്നെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ ചോദിക്കുക? ഒന്നില്ലെങ്കിൽ വെൻ ഇസ് ദ നെക്സ്റ്റ് ബസ് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ വാട്ട് ടൈം ഇസ് ദ നെക്സ്റ്റ് ബസ് എന്നും ചോദിക്കാം. അപ്പോൾ ഈ രണ്ട് ചോദ്യങ്ങൾക്കും ഏകദേശം ഒരേ അർത്ഥമാണ്. ചെറിയൊരു വ്യത്യാസം, നമ്മൾ വെൻ എന്ന് പറഞ്ഞ ചോദ്യം ചോദിക്കുമ്പോൾ അവിടെ അത് കുറച്ചുകൂടി ജനറൽ ആയിട്ടാണ് ആ ചോദ്യം വരുന്നത്. പക്ഷേ നമുക്ക് കൃത്യം എത്ര മണിക്ക് ബസ് വരും എന്നാണ് അറിയേണ്ടതെങ്കിൽ, കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ടുള്ള ഉത്തരമാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ വാട്ട് ടൈം ഇസ് ദ നെക്സ്റ്റ് ബസ് എന്ന് ചോദിക്കാം. അപ്പോൾ ആരെങ്കിലും നമ്മളോട് ഇങ്ങനെ ചോദിച്ചാൽ നമ്മൾ അതിന് പറയുന്ന മറുപടി ഇതാണെന്നിരിക്കട്ടെ, ബസ് ഉടനെ എത്തും. ഇത് നമ്മളെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ദ ബസ് വിൽ അറൈവ് സൂൺ. എത്തുക അല്ലെങ്കിൽ എത്തിച്ചേരുക എന്ന അർത്ഥത്തിലാണ് അറൈവ് എന്ന വാക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദ ബസ് വിൽ അറൈവ് സൂൺ. അപ്പോൾ ഇവിടെ സാധാരണ സംഭവിക്കാറുള്ളൊരു കാര്യം, നമ്മളൊരു പക്ഷേ മലയാളത്തിൽ ഇങ്ങനെ പറയില്ലേ, ബസ് ഇപ്പോൾ വരും എന്ന്. അത് അതേപടി ട്രാൻസ്ലേറ്റ് ചെയ്ത് ദ ബസ് വിൽ കം സൂൺ എന്ന് ചിലപ്പോൾ നമ്മൾ പറഞ്ഞേക്കാം. പക്ഷേ അവിടെ കം എന്ന വാക്കിനേക്കാൾ നല്ലത് അറൈവ് എന്ന് പറയുന്നതാണ്. അല്ലെങ്കിൽ കുറച്ചുകൂടെ നാച്ചുറലായിട്ട് തോന്നുക ഇങ്ങനെ പറയുമ്പോഴാണ്, ഇറ്റ് വിൽ ബി ഹിയർ സൂൺ. ബസ് ഇപ്പോൾ എത്തുമെന്ന്, ഇറ്റ് വിൽ ബി ഹിയർ സൂൺ. അപ്പോൾ അത് നമുക്കൊന്ന് ഷോർട്ടൻ ചെയ്ത് ചുരുക്കി പറയാം, ഇറ്റ് വിൽ ബി ഹിയർ സൂൺ. കാരണം സ്പോക്കൺ ഇംഗ്ലീഷിൽ നമ്മൾ കഴിയുന്നത്ര ഷോർട്ട് ഫോംസ് ഉപയോഗിക്കാനാണ് നോക്കുക, ചുരുക്കി പറയാനാണ് നോക്കുക. ഇനി ഇങ്ങനെ പറയണമെങ്കിലോ, അത് 5 മിനിറ്റിനുള്ളിൽ ഇവിടെ എത്തും. ബസ്സിൻ്റെ കാര്യം പറയാൻ കേട്ടോ, 5 മിനിറ്റിനുള്ളിൽ. അപ്പോൾ എങ്ങനെ പറയും? ഇറ്റ് വിൽ ബി ഹിയർ ഇൻ 5 മിനിറ്റ്സ്. 5 മിനിറ്റിനുള്ളിൽ, 5 മിനിറ്റിനകത്ത്. ഇറ്റ് വിൽ ബി ഹിയർ ഇൻ 5 മിനിറ്റ്സ്. ഇനി നമ്മളൊരു റെയിൽവേ സ്റ്റേഷനിലാണ്. അപ്പോൾ നമുക്ക് ചോദിക്കണം, ട്രെയിൻ എപ്പോൾ വിടും, ട്രെയിൻ എപ്പോൾ പുറപ്പെടും എന്നാണ് ചോദിക്കേണ്ടത്. അപ്പോൾ അവിടെ ചോദിക്കാം, വെൻ വിൽ ദ ട്രെയിൻ ലീവ്. വെൻ വിൽ ദ ട്രെയിൻ ലീവ്. എപ്പോൾ പുറപ്പെടും, എപ്പോൾ വിടും എന്നല്ലേ ചോദിച്ചത്, അതുകൊണ്ടാണ് വിൽ ചേർത്ത് പറയുന്നത്. വെൻ വിൽ ദ ട്രെയിൻ ലീവ്. പക്ഷേ ഇങ്ങനെ ചോദിക്കണമെങ്കിലോ, ട്രെയിൻ എപ്പോഴാണ് പുറപ്പെടാറ്, അതായത് സാധാരണ എപ്പോഴാണ് പുറപ്പെടാറുള്ളതെന്ന്. അപ്പോൾ ചോദ്യം ഇങ്ങനെ വരും, വെൻ ഡസ് ദ ട്രെയിൻ ലീവ്. വെൻ ഡസ് ദ ട്രെയിൻ ലീവ്. ട്രെയിൻ ഒന്നല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് വെൻ ഡസ് എന്ന് പറഞ്ഞത് കേട്ടോ. ഇനി ആ ചോദ്യം കുറച്ചുകൂടെ ഒന്ന് വ്യത്യാസപ്പെടുത്തി ചോദിക്കാം. ട്രെയിൻ എപ്പോഴാണ് പുറപ്പെടുന്നത് എന്ന് അറിയാമോ എന്നാണ് ചോദിക്കേണ്ടതെങ്കിലോ, ഡു യു നോ വെൻ ദ ട്രെയിൻ ലീവ്സ് എന്ന് ചോദിക്കും. ഡു യു നോ വെൻ ദ ട്രെയിൻ ലീവ്സ്. അപ്പോൾ അവിടെ ഡു യു നോ വെൻ ഡസ് ദ ട്രെയിൻ ലീവ് എന്ന് ചോദിക്കണ്ട കേട്ടോ, ഡു യു നോ വെൻ ദ ട്രെയിൻ ലീവ്സ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരവും നമുക്ക് ഇംഗ്ലീഷിൽ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ നമുക്ക് പറയേണ്ടത് ഇതാണ്, അത് 7:25 പുറപ്പെടാറ്. സാധാരണ ആ സമയത്താണ് പുറപ്പെടാറുള്ളത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്ത് പറയും? ഇറ്റ് ലീവ്സ് അറ്റ് 7:25. നമ്മളൊരു സമയത്തെപ്പറ്റി പറയുമ്പോൾ അറ്റ് ഉപയോഗിച്ചാണ് പറയുക. ഇറ്റ് ലീവ്സ് അറ്റ് 7:25. ആദ്യം ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചോ, സാധാരണ എന്നൊരു വാക്ക് ഞാൻ യൂസ് ചെയ്തു. അത് ഇംഗ്ലീഷിൽ പറയണമെങ്കിൽ യൂഷ്വലി എന്ന് പറയണം. അപ്പോൾ യൂഷ്വലി എന്നൊരു വാക്ക് ഇവിടെ ആഡ് ചെയ്യണം. അതെവിടെയാണ് നമ്മൾ ചേർക്കുക? അത് പലതരത്തിൽ ചേർക്കാം. ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കാണാറുള്ളത് ഇറ്റ് യൂഷ്വലി ലീവ്സ് അറ്റ് 7:25 എന്ന് പറയുന്നതാണ്. അതായത് ആ ഇറ്റ് കഴിഞ്ഞിട്ട് വേർബിന് മുൻപ്, ലീവ്സിന് മുൻപ് യൂഷ്വലി പറയുക. ഇറ്റ് യൂഷ്വലി ലീവ്സ് അറ്റ് 7:25. അല്ലെങ്കിൽ യൂഷ്വലി ആദ്യം പറയാം, യൂഷ്വലി ഇറ്റ് ലീവ്സ് അറ്റ് 7:25 എന്നും പറയാം. ഇനി നമ്മളൊരു ബസ് സ്റ്റേഷനിൽ നിൽക്കുകയാണെന്നിരിക്കട്ടെ. അപ്പോൾ നമ്മൾ ബസ് സ്റ്റാൻഡ് എന്ന് പറയുമല്ലോ, അങ്ങനെ ഒരു സ്ഥലത്ത് നിൽക്കുകയാണ്. അപ്പോൾ കുറേ ബസ്സുകളുണ്ട്, നമുക്ക് പോകേണ്ടത് എയർപോർട്ടിലേക്കാണ്. അപ്പോൾ നമുക്ക് ചോദിക്കണം, ഇതാണോ എയർപോർട്ടിലേക്ക് പോകുന്ന ബസ് എന്ന്. എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കും? ഇസ് ദിസ് ദ ബസ് ടു ദി എയർപോർട്ട് എന്ന്. ഇസ് ദിസ് ദ ബസ് ടു ദി എയർപോർട്ട് എന്നാണ് ചോദ്യം വന്നത് കേട്ടോ. ഇനി അടുത്തത്, എയർപോർട്ടിലേക്ക് എത്താൻ എത്ര സമയം പിടിക്കും? അപ്പോൾ അവിടെ ചോദിക്കുന്നത് ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് ടു ഗെറ്റ് ടു ദി എയർപോർട്ട് എന്നാണ്. ഞാൻ ചോദിച്ചത് കണ്ടോ, ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക്, അതായത് എത്ര സമയം എടുക്കും എന്നല്ലേ ചോദ്യം. ഹൗ ലോങ് എന്നാണ് അവിടെ വരിക. സമയത്തെപ്പറ്റി ചോദിക്കുമ്പോൾ ഹൗ ലോങ് എന്ന് പറഞ്ഞ് ചോദ്യം തുടങ്ങണം. ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് ടു ഗെറ്റ് ടു ദി എയർപോർട്ട്. എയർപോർട്ടിലേക്ക് എത്തുക എന്നുള്ളതിനാണ് ഞാനിവിടെ ടു ഗെറ്റ് ടു ദി എയർപോർട്ട് എന്ന് പറഞ്ഞത്. പക്ഷേ എത്തുക എന്നുള്ളതിന് വേണമെങ്കിൽ ടു റീച്ച് എന്നും പറയാം. അപ്പോൾ ടു ഗെറ്റ് ടു എന്നതിന് പകരം ടു റീച്ച് എന്നും യൂസ് ചെയ്യാം. അപ്പോൾ സെൻറ്റൻസ് എന്താവും? ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് ടു റീച്ച് ദി എയർപോർട്ട്, അങ്ങനെയും ചോദിക്കാം. അപ്പോൾ അതിൻ്റെ ഉത്തരം നമ്മൾ പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഏകദേശം
1 മണിക്കൂർ പിടിക്കും. ഏതാണ്ട് 1 മണിക്കൂർ പിടിക്കും എന്നൊക്കെ പറയില്ലേ, അത് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക ഇറ്റ് ടേക്സ് അബൌട്ട് ആൻ അവർ എന്നാണ്. അബൌട്ട് എന്ന് വെച്ചാൽ ഏതാണ്ട്, ഏകദേശം എന്നൊരർത്ഥം വന്നു. ഇറ്റ് ടേക്സ് അബൌട്ട് ആൻ അവർ എന്ന് പറയാം. പിന്നെ ചിലപ്പോൾ ആരെങ്കിലും നമ്മളോട് ചോദിക്കുകയാണ് അങ്ങോട്ട് എത്ര ദൂരമുണ്ട് എന്ന് ചോദിച്ചു എന്നിരിക്കട്ടെ. അപ്പോൾ ചിലപ്പോൾ നമ്മൾ പറയില്ലേ അങ്ങോട്ട് ഇത്ര സ്റ്റോപ്പുകളുണ്ട്, അതായത് ഇത്ര സ്റ്റോപ്പ് കഴിഞ്ഞാലാണ് ആ സ്ഥലം വരുന്നതെന്ന് പറയണമല്ലോ. അത് നമ്മളെങ്ങനെ പറയും ഇംഗ്ലീഷിൽ? ഉദാഹരണത്തിന് ആ സ്കൂളിലേക്ക് ഇവിടുന്ന് 5 സ്റ്റോപ്പുകളുണ്ട്. ദ സ്കൂൾ ഇസ് 5 സ്റ്റോപ്സ് അവേ ഫ്രം ഹിയർ എന്ന് പറയാം. ദ സ്കൂൾ ഇസ് 5 സ്റ്റോപ്സ് അവേ ഫ്രം ഹിയർ. അതായത് ഇവിടുന്ന് 5 സ്റ്റോപ്പ് കഴിഞ്ഞാൽ സ്കൂളായി എന്നാണ് അർത്ഥം. പിന്നെ ചിലപ്പോൾ നമ്മളിങ്ങനെ ചോദിക്കാറില്ലേ ഈ ബസ് ഈ സ്റ്റോപ്പിൽ നിർത്താറുണ്ടോ, അതായത് പതിവായിട്ട് അവിടെ സ്റ്റോപ്പ് ഉണ്ടോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ ചോദ്യം ഇതാണ്, ഈ ബസ് ബാങ്ക് ജംഗ്ഷനിൽ നിർത്താറുണ്ടോ? എങ്ങനെ ചോദിക്കുക? ഡസ് ദിസ് ബസ് സ്റ്റോപ്പ് അറ്റ് ദ ബാങ്ക് ജംഗ്ഷൻ ചോദിക്കാം. ഡസ് ദിസ് ബസ് സ്റ്റോപ്പ് അറ്റ് ദ ബാങ്ക് ജംഗ്ഷൻ എന്ന്. ഇപ്പോൾ മലയാളത്തിൽ നമ്മൾ ബാങ്ക് ജംഗ്ഷനിൽ എന്ന് പറയുമെങ്കിലും ഇംഗ്ലീഷിൽ ഇൻ ദ ബാങ്ക് ജംഗ്ഷൻ എന്നല്ല കേട്ടോ പറഞ്ഞത്, അറ്റ് ദ ബാങ്ക് ജംഗ്ഷൻ എന്നാണ്. നമ്മളെല്ലാം പതിവായിട്ട് പറയുന്ന കാര്യമാണല്ലേ, എനിക്ക് അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങണം. ഇത് നമുക്ക് ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയാം, ഐ വോണ്ട് ടു ഗെറ്റ് ഓഫ് അറ്റ് ദ നെക്സ്റ്റ് സ്റ്റോപ്പ്. ഐ വോണ്ട് ടു ഗെറ്റ് ഓഫ് അറ്റ് ദ നെക്സ്റ്റ് സ്റ്റോപ്പ്. അവിടെ ഓഫിൻ്റെ സ്പെല്ലിംഗ് കണ്ടല്ലോ, OFF വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബസ്സിൽ നിന്നൊക്കെ ഇറങ്ങുന്നതിനാണ് നമ്മൾ ടു ഗെറ്റ് ഓഫ് എന്ന് പറയുന്നത്. പലപ്പോഴും യാത്രകളിൽ നമ്മളിങ്ങനെ ചോദിക്കാറുണ്ട് നമ്മളവിടെ എത്തിയോ, അതായത് എത്തേണ്ട സ്ഥലത്ത് എത്തിയോ എന്നാണ് ചോദ്യം. അത് നമുക്ക് ഇംഗ്ലീഷിൽ ഇങ്ങനെ ചോദിക്കാം, ആർ വി ദേ യെറ്റ്, ആർ വി ദേ യെറ്റ് എന്നാണ് ചോദിച്ചത്. അപ്പോൾ ആരെങ്കിലും പറയാണ് ഇല്ല എത്തിയിട്ടില്ല, അത് ഇംഗ്ലീഷിൽ പറയാം നോ നോട്ട് യെറ്റ് എന്ന്. ഇനി ഇങ്ങനെ പറയണമെങ്കിലോ, നമുക്ക് ഇനിയും 2 കിലോമീറ്ററൂടെ ബാക്കിയുണ്ട് പോവാൻ എന്ന്. അത് ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് പറയുന്നത്, വി സ്റ്റിൽ ഹാവ് 2 more kilometers to go. വി സ്റ്റിൽ ഹാവ് 2 more kilometers to go. അതായത് അത്രയും കൂടി പോവാൻ ബാക്കിയുണ്ട് എന്നാണ് അർത്ഥം. പിന്നെ യാത്രകളിൽ നമ്മൾ പതിവായിട്ട് പറയുന്നൊരു കാര്യമാണ് കുറച്ചൊന്നും കൂടി നീങ്ങിയിരിക്കാമോ എന്ന്. ഇത് നമ്മൾ ട്രെയിനിലും ബസ്സിലും ഒക്കെ ഇങ്ങനെ പറയാറുണ്ടല്ലേ. ഇത് ഇംഗ്ലീഷിൽ പറയുന്നത് ക്യാൻ യു മൂവ് അപ്പ് എ ബിറ്റ് എന്നാണ്. ക്യാൻ യു മൂവ് അപ്പ് എ ബിറ്റ്. ഈ ചോദ്യം കുറച്ചുകൂടെ പൊളൈറ്റ് ആക്കാൻ ക്യാൻ മാറ്റി കുഡ് എന്ന് യൂസ് ചെയ്താൽ മതി. കുഡ് യു മൂവ് അപ്പ് എ ബിറ്റ് എന്ന് പറഞ്ഞാലും മതി. പിന്നെ ഇവിടെ നമ്മൾ എ ബിറ്റ് എന്ന് പറഞ്ഞാൽ എന്തിനാണെന്ന് മനസ്സിലായല്ലോ, കുറച്ച് എന്ന അർത്ഥത്തിലാണ് കേട്ടോ. അപ്പോൾ എ ബിറ്റിന് പകരം വേണമെങ്കിൽ എ ലിറ്റിൽ എന്നും യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ കുറച്ച് നീങ്ങിയാൽ അവൾക്ക് എൻ്റെ അടുത്ത് ഇരിക്കാൻ സാധിക്കും എന്ന് പറയാൻ ഇഫ് യു മൂവ് അപ്പ് എ ലിറ്റിൽ ഷീ ക്യാൻ സിറ്റ് നെക്സ്റ്റ് ടു മീ എന്ന് പറയാം. ഷീ ക്യാൻ സിറ്റ് നെക്സ്റ്റ് ടു മീ, എൻ്റെ അടുത്ത്. അതാണ് നെക്സ്റ്റ് ടു മീ എന്ന് പറഞ്ഞത്. സ്ഥിരമായിട്ട് ചോദിക്കുന്ന വേറൊരു ചോദ്യം, ഈ സീറ്റിൽ ആരെങ്കിലും ഉണ്ടോ? അത് ഇംഗ്ലീഷിൽ ഇസ് ദിസ് സീറ്റ് ടേക്കൻ എന്നാണ് ചോദിക്കുക. അപ്പോൾ ഇവിടെ ടേക്കൻ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ഈ സീറ്റ് ആരെങ്കിലും പിടിച്ചതാണോ, ഈ സീറ്റിൽ ആരെങ്കിലും ഉണ്ടോ എന്നാണ്. ഈ ടേക്കന് പകരം വേണമെങ്കിൽ നമുക്ക് ഫ്രീ എന്നും ചോദിക്കാം. അവിടെ അർത്ഥമാക്കുന്നത് ഈ സീറ്റ് ആരും പിടിച്ചതല്ലല്ലോ, ഇത് ഫ്രീ അല്ലേ എന്ന അർത്ഥത്തിലാണ് കേട്ടോ. ഇസ് ദിസ് സീറ്റ് ഫ്രീ എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ഇസ് എനിവൺ സിറ്റിംഗ് ഹിയർ എന്നും ചോദിക്കാം. ഇവിടെ ആരെങ്കിലും ഇരിക്കുന്നുണ്ടോ എന്ന്. അപ്പോൾ നമുക്ക് കാണാം അവിടെ ആരും ഇരിക്കുന്നില്ല എന്ന്, പക്ഷേ ഇതാരും പിടിച്ച സീറ്റ് അല്ലല്ലോ എന്ന് തന്നെയാണ് അവിടെ അർത്ഥമാക്കുന്നത്. ഇസ് എനിവൺ സിറ്റിംഗ് ഹിയർ എന്ന് ചോദിക്കാം. ചിലപ്പോൾ ഈ തിരക്കും ബഹളമൊക്കെ കാരണം നമുക്ക് ട്രെയിനിലോ അല്ലെങ്കിൽ ബസ്സിലോ ആദ്യം കയറാൻ പറ്റിയില്ല എന്നിരിക്കട്ടെ. അപ്പോൾ ആദ്യം കയറുന്ന നമ്മുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് നമ്മൾ പറയില്ലേ എനിക്കും കൂടെ വേണ്ടിയിട്ടൊരു സീറ്റ് പിടിക്കാമോ എന്ന്. അതെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കുക? വിൽ യു സേവ് മീ എ സീറ്റ് പ്ലീസ് എന്ന് ചോദിക്കാം. വിൽ യു സേവ് മീ എ സീറ്റ് പ്ലീസ്, അല്ലെങ്കിൽ വിൽ യു സേവ് എ സീറ്റ് ഫോർ മീ പ്ലീസ് എന്നും ചോദിക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് വേണ്ടി പിടിക്കാമോ എന്നുള്ളതിനാണ് വിൽ യു സേവ് മീ എ സീറ്റ് അല്ലെങ്കിൽ വിൽ യു സേവ് എ സീറ്റ് ഫോർ മീ എന്ന് ചോദിക്കുന്നത്. രണ്ടും ഒരേ അർത്ഥമാണ്. പിന്നെ ഈ സീറ്റ് എന്നുള്ളതിന് പകരം വേണമെങ്കിൽ ഒരു സ്ഥലം പിടിക്കാമോ എന്ന് ചോദിക്കില്ലേ, ആ അർത്ഥത്തിൽ സ്പോട്ട് എന്ന് പറയാം അല്ലെങ്കിൽ പ്ലേസ് എന്ന് പറയാം. അപ്പോൾ സീറ്റ് അല്ലെങ്കിൽ സ്പോട്ട് അല്ലെങ്കിൽ പ്ലേസ് എല്ലാം ഇവിടെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ വിൽ യു സേവ് മീ എ പ്ലേസ് പ്ലീസ് എന്നും ചോദിക്കാം. ചിലപ്പോൾ ഇങ്ങനെ സംഭവിക്കാറില്ലേ, നമ്മൾ ഒരു സീറ്റിലിരിക്കുകയാണ്, പക്ഷേ ഇടയ്ക്ക് നമുക്ക് എന്തിനെങ്കിലും എങ്ങോട്ടെങ്കിലും ഒന്ന് പോകേണ്ടി വന്നു. അപ്പോൾ നമ്മൾ അടുത്തിരിക്കുന്ന ഒരാളോട് പറയില്ലേ ഈ സീറ്റ് ഒന്ന് നോക്കിക്കോണല്ലേ, ഞാനിപ്പോൾ തിരിച്ചു വരാമെന്ന്. അവിടെ ഇംഗ്ലീഷിൽ പറയുക പ്ലീസ് കീപ് ദിസ് പ്ലേസ് ഫോർ മീ ഐ വിൽ ബി ബാക്ക് സൂൺ എന്നാണ്. ഈ സീറ്റ് പോകാതെ നോക്കണേ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞത് പ്ലീസ് കീപ് ദിസ് പ്ലേസ് ഫോർ മീ എന്നാണ്. പിന്നെ യാത്ര നമ്മുടെ സ്വന്തം കാറിലാണെങ്കിലും ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവാം അല്ലേ. ചിലപ്പോൾ കാറ് കേടായി എന്ന് വരാം. അപ്പോൾ അതെങ്ങനെയാണ് പറയുക? എൻ്റെ കാറ് കേടായി എന്ത് പറയും? മൈ കാർ ബ്രോക്ക് ഡൗൺ എന്ന് പറയാം. മൈ കാർ ബ്രോക്ക് ഡൗൺ. അപ്പോൾ കേടാവുക അല്ലെങ്കിൽ ചീത്തയാവുക എന്നുള്ളതിന് ടു ബ്രേക്ക് ഡൗൺ എന്നാണ് പറയുന്നത്. അപ്പോൾ കേടായി എന്ന് പറയാനാണ് ബ്രേക്കിൻ്റെ പാസ്റ്റ് ടെൻസ് ബ്രോക്ക് ഉപയോഗിച്ചത്. മൈ കാർ
ബ്രോക്ക് ഡൗൺ. ചിലപ്പോൾ കാറ് സ്റ്റാർട്ടാകാതിരിക്കും അല്ലേ, പ്രത്യേകിച്ച് മഴക്കാലത്ത്. നമ്മൾ ഒരുപാട് ശ്രമിച്ചു, പക്ഷേ കാറ് സ്റ്റാർട്ടാകുന്നില്ല. അപ്പോൾ അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയുക? മൈ കാർ വോണ്ട് സ്റ്റാർട്ട് എന്നാണ് അവിടെ പറയേണ്ടത്. അപ്പോൾ അറിയാലോ, വോണ്ട് എന്ന് വെച്ചാൽ വിൽ നോട്ട് എന്നാണ്. അപ്പോൾ സാധാരണ നമ്മൾ വിൽ യൂസ് ചെയ്യുന്നത് ഫ്യൂച്ചറിനെ പറ്റി പറയാനാണ്. അപ്പോൾ ഇവിടെ മൈ കാർ വിൽ നോട്ട് സ്റ്റാർട്ട് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് എൻ്റെ കാറ് ഭാവിയിൽ സ്റ്റാർട്ടാവില്ല എന്നാണോ? അല്ല. ഇവിടെ നമ്മൾ അർത്ഥമാക്കുന്നത് നമ്മൾ പലതവണ അത് സ്റ്റാർട്ടാക്കാൻ ശ്രമിച്ച് നോക്കി, എന്നിട്ടും കാറ് സ്റ്റാർട്ടാകുന്നില്ല, കാറ് സ്റ്റാർട്ടാകാൻ കൂട്ടാക്കുന്നില്ല എന്നാണ്, റിഫ്യൂസ് ചെയ്യുന്നു. ആ ഒരു അർത്ഥത്തിലാണ് നമ്മൾ പറയുന്നത് മൈ കാർ വോണ്ട് സ്റ്റാർട്ട് അല്ലെങ്കിൽ മൈ കാർ ജസ്റ്റ് വോണ്ട് സ്റ്റാർട്ട് എന്ന് പറയാം. അപ്പോൾ നമുക്ക് ആരോടെങ്കിലും ഒരു ലിഫ്റ്റ് ചോദിക്കേണ്ടി വന്നു. അതെങ്ങനെ ചോദിക്കും? വളരെ പൊളൈറ്റായിട്ട് ചോദിക്കാൻ കുഡ് യു ഗിവ് മീ എ ലിഫ്റ്റ് പ്ലീസ് എന്ന് ചോദിക്കാം. അത് വളരെ ഫോർമൽ ആയിട്ടുള്ളൊരു രീതിയാണ്. കുഡ് യു ഗിവ് മീ എ ലിഫ്റ്റ് പ്ലീസ്. ഇനി ചോദിക്കുന്നത് കൊണ്ട് വിരോധമൊന്നും ഇല്ലെങ്കിൽ ഒരു ലിഫ്റ്റ് തരാമോ എന്നത് കുറച്ചുകൂടി ഫോർമലാക്കി പറയണമെങ്കിൽ ഇഫ് യു ഡോണ്ട് മൈൻഡ് മൈ ആസ്കിങ് കുഡ് യു ഗിവ് മീ എ ലിഫ്റ്റ് എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ഇഫ് യു ഡോണ്ട് മൈൻഡ് മീ ആസ്കിങ് എന്നും ചോദിക്കാം കേട്ടോ. രണ്ടും ശരിയാണ്. പിന്നെ ചിലപ്പോൾ നമ്മൾ ചോദിക്കില്ലേ, നിങ്ങൾ വീട്ടിലേക്ക് പോകുന്ന വഴി എന്നെ ഇന്ന സ്ഥലത്തൊന്ന് ഇറക്കാമോ, ഒന്ന് ഡ്രോപ്പ് ചെയ്യാമോ എന്ന്. അതെങ്ങനെ ചോദിക്കും? കുഡ് യു ഡ്രോപ്പ് മീ ഓഫ് ഓൺ യുവർ വേ ഹോം എന്ന് ചോദിക്കാം. കുഡ് യു ഡ്രോപ്പ് മീ ഓഫ് ഓൺ യുവർ വേ ഹോം എന്നാണ് ചോദിച്ചത്. ഇങ്ങനെയും ചോദിക്കാം കേട്ടോ. എന്നെ വീട്ടിലേക്കൊന്ന് എത്തിക്കുന്നതിൽ വിരോധമൊന്നുമില്ലല്ലോ. ആ അർത്ഥത്തിൽ ഡു യു മൈൻഡ് ഡ്രൈവിംഗ് മീ ഹോം അങ്ങനെയും ചോദിക്കാം. ഡു യു മൈൻഡ് ഡ്രൈവിംഗ് മീ ഹോം, അതായത് അങ്ങോട്ട് ആക്കി തരുന്ന കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ ആരെങ്കിലും നമുക്ക് വീട്ടിലേക്ക് ഒരു ലിഫ്റ്റ് തരാമെന്നിരിക്കട്ടെ. നമുക്ക് അയാളോട് പറയണം, എന്നെ ഇവിടെ ഇറക്കിക്കോളൂ, ഞാൻ ബാക്കി വഴി നടന്ന് പോയിക്കോളാം എന്ന്. അത് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? വണ്ടി നിർത്തൂ എന്ന് പറയാൻ സ്റ്റോപ്പ് ദ കാർ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അങ്ങനെ റോഡിൻ്റെ നടുക്ക് തന്നെയല്ലല്ലോ വണ്ടി നിർത്തുക. ഒരാളെ ഇറക്കണമെങ്കിൽ റോഡ് സൈഡിലേക്ക് നീക്കിയല്ലേ നിർത്തുന്നത്. അതിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് ടു പുൾ ഓവർ എന്നാണ്. അതായത് റോഡ് സൈഡിലേക്ക് നീക്കി ഒരു വാഹനം നിർത്തുക, ടു പുൾ ഓവർ എന്നാണ് പറയുന്നത്. അപ്പോൾ വണ്ടി ഇങ്ങോട്ട് നീക്കി നിർത്തിക്കോളൂ എന്ന് ഇംഗ്ലീഷിൽ പറയാൻ ജസ്റ്റ് പുൾ ഓവർ ഹിയർ എന്ന് പറയാം. എന്നിട്ട് ബാക്കി വഴി ഞാൻ നടന്ന് പോയിക്കോളാം എന്ന് പറയാൻ ഐ ഷൽ വാക്ക് ദ റെസ്റ്റ് ഓഫ് ദ വേ എന്നും പറയാം. അപ്പോൾ നമ്മുടെ വണ്ടി കേടായി, നമുക്ക് ഇനി ഒരു ടാക്സി എടുത്താലേ പറ്റുള്ളൂ. അപ്പോൾ അവിടെ നമ്മൾ പറയുക ഐ നീഡ് ടു ടേക്ക് എ ടാക്സി അല്ലെങ്കിൽ ടേക്ക് എ ക്യാബ് എന്നാണ്. ഐ നീഡ് ടു ടേക്ക് എ ടാക്സി. ചിലപ്പോൾ നമ്മൾ ഫ്രണ്ട്സിനോടൊക്കെ പറയില്ലേ, ഒരു ടാക്സി വിളിച്ചു തരാമോ എന്ന്. അവിടെ ഇംഗ്ലീഷിൽ പറയുന്നത് വിൽ യു കോൾ എ ടാക്സി ഫോർ മീ എന്നാണ്. അല്ലെങ്കിൽ വിൽ യു കോൾ മീ എ ടാക്സി എന്ന് പറയാം കേട്ടോ. അതിനർത്ഥം എനിക്ക് വേണ്ടി ഒരു ടാക്സി വിളിച്ച് തരാമോ എന്ന് തന്നെയാണ്. വിൽ യു കോൾ എ ടാക്സി ഫോർ മീ അല്ലെങ്കിൽ വിൽ യു കോൾ മീ എ ടാക്സി. അപ്പോൾ ഫോണിലോ മറ്റോ വിളിച്ച് ഒരു ടാക്സി വരാൻ പറയുന്നതിനാണ് നമ്മളിങ്ങനെ കോൾ എ ടാക്സി എന്ന് പറഞ്ഞത്. ചിലപ്പോൾ നമ്മൾ റോഡ് സൈഡിൽ തന്നെ നിന്ന് കൈ കാണിച്ച് ടാക്സിയോ അല്ലെങ്കിൽ ഓട്ടോ ഒക്കെ നമ്മൾ നിർത്തുമല്ലോ, അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന വാക്ക് ടു ഹെയിൽ എന്നാണ്. അതായത് കൈ കാണിച്ച് വിളിക്കുകയാണ്. അപ്പോൾ അവിടെ നമുക്ക് പറയാം വിൽ യു ഹെയിൽ എ ടാക്സി ഫോർ മീ എന്ന്. വിൽ യു ഹെയിൽ എ ടാക്സി ഫോർ മീ. വ്യത്യാസം മനസ്സിലായല്ലോ? നമ്മൾ കൈ കാണിച്ച് ഒരു വണ്ടിയെ നിർത്തിക്കുകയാണെങ്കിൽ ടു ഹെയിൽ എ ടാക്സി എന്ന് പറയാം. അതുപോലെ നമ്മൾ വേറൊരാളുടെ കാറിൽ പോകുമ്പോൾ നമുക്ക് അയാളോട് ചിലപ്പോൾ പറയേണ്ടി വരില്ലേ, ആ കാറിൻ്റെ ഗ്ലാസ് ഒന്ന് കയറ്റിയിടാമോ എന്ന്. അത് നമ്മൾ എങ്ങനെയാണ് ചോദിക്കുക? ക്യാൻ യു റോൾ യുവർ വിൻഡോ അപ്പ് പ്ലീസ് എന്ന് ചോദിക്കാം. ക്യാൻ യു റോൾ യുവർ വിൻഡോ അപ്പ് പ്ലീസ് അല്ലെങ്കിൽ ക്യാൻ യു റോൾ അപ്പ് യുവർ വിൻഡോ എന്ന് ചോദിക്കാം കേട്ടോ. അപ്പോൾ റോൾ അപ്പ് എന്ന് വെച്ചാൽ ഈ ഗ്ലാസ് കയറ്റിയിടുക എന്നാണ് അർത്ഥം. ഗ്ലാസ് താഴ്ത്തണമെങ്കിലോ റോൾ ഡൗൺ എന്ന് പറഞ്ഞാൽ മതി. ചിലപ്പോൾ നമ്മൾ നമ്മുടെ കാറിൽ തന്നെ പോകുമ്പോൾ എതിരെ വരുന്ന കാറിൻ്റെ ഡ്രൈവറോട് ചോദിക്കേണ്ടി വന്നേക്കാം, കാറ് പുറകോട്ട് എടുക്കാമോ എന്ന്. അതെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കുക? കുഡ് യു ബാക്കപ്പ് യുവർ കാർ എന്ന് ചോദിക്കാം. കുഡ് യു ബാക്കപ്പ് യുവർ കാർ. അപ്പോൾ ബാക്കപ്പ് എന്ന് വെച്ചാൽ പുറകോട്ട് എടുക്കൂ എന്നാണ് കേട്ടോ അർത്ഥം. ഈ ബാക്കപ്പിന് പകരം വേണമെങ്കിൽ ടു റിവേഴ്സ് എന്നും പറയാം. അപ്പോൾ അവിടെ പറയുന്നത് കുഡ് യു റിവേഴ്സ് യുവർ കാർ എന്നാണ്. കുഡ് യു റിവേഴ്സ് യുവർ കാർ. ചിലപ്പോൾ ഒരു സ്ഥലത്ത് നമ്മൾ പുതിയതാണെങ്കിൽ അവിടെ നമുക്ക് ചോദിക്കേണ്ടി വന്നേക്കാം, ഏറ്റവും അടുത്ത ബാങ്ക് എവിടെയാണ് ഉള്ളത് എന്ന്. ഇത് നമ്മൾ ഇംഗ്ലീഷിൽ ചോദിക്കുന്നത് ഇങ്ങനെയാണ്, വെർ ഇസ് ദ നിയറസ്റ്റ് ബാങ്ക്? വെർ ഇസ് ദ നിയറസ്റ്റ് ബാങ്ക്? അതുപോലെ ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ATM ഉണ്ടോ എന്നറിയാമോ എന്നൊരാളോട് ചോദിക്കണമെങ്കിൽ ഡു യു നോ ഇഫ് ദർ ഈസ് എൻ ATM നിയർ ബൈ എന്ന് ചോദിക്കാം. ഡു യു നോ ഇഫ് ദർ ഈസ് എൻ ATM നിയർ ബൈ. നിയർ ബൈ എന്ന് വെച്ചാൽ ഈ അടുത്തായിട്ട് എന്നാണ് അർത്ഥം. അപ്പോൾ ഇങ്ങനെ ചോദിക്കണമെങ്കിലോ ബാങ്ക് എപ്പോഴാണ് അടയ്ക്കുന്നത്? വെൻ ഡസ് ദ ബാങ്ക് ക്ലോസ് എന്ന് ചോദിക്കാം. വെൻ ഡസ് ദ ബാങ്ക് ക്ലോസ്. അപ്പോൾ ആരെങ്കിലും നമ്മളോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ നമുക്ക് പറയണം ബാങ്ക് ഒരു 20 മിനിറ്റിൽ അടയ്ക്കും, 20 മിനിറ്റിനുള്ളിൽ അടയ്ക്കും എന്നർത്ഥം. അപ്പോൾ ഇംഗ്ലീഷിൽ ഇറ്റ് ക്ലോസസ് ഇൻ 20 മിനിറ്റ്സ് എന്ന് പറയാം. ഇറ്റ് ക്ലോസസ് ഇൻ 20 മിനിറ്റ്സ്. അതുപോലെ നമ്മളൊരു പുതിയ സ്ഥലത്താണെങ്കിൽ ചോദിക്കേണ്ടി വന്നേക്കാവുന്നൊരു ചോദ്യം,
സ്റ്റേഷനിലേക്ക് നടക്കാവുന്ന ദൂരമേ ഉള്ളൂ. റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള കാര്യം കേട്ടോ. ഇംഗ്ലീഷിൽ ഇസ് ദ റെയിൽവേ സ്റ്റേഷൻ വിതിൻ വാക്കിംഗ് ഡിസ്റ്റൻസ്, ഇസ് ദ സ്റ്റേഷൻ വിതിൻ വാക്കിംഗ് ഡിസ്റ്റൻസ് എന്നാണ് ചോദിച്ചത്. ഇക്കാലത്ത് നമ്മൾ മിക്കവാറും ഓൺലൈനായിട്ടാണ് പേയ്മെൻ്റ് ഒക്കെ നടത്തുന്നതെങ്കിലും ചിലപ്പോഴെങ്കിലും നമുക്ക് ചില്ലറയുടെ ആവശ്യം വരും അല്ലേ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട 1-2 ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. 100 രൂപയ്ക്ക് ചില്ലറയുണ്ടോ എന്നിങ്ങനെ ചോദിക്കാം. ഡു യു ഹാവ് ചേഞ്ച് ഫോർ 100 rupee നോട്ട് എന്ന് ചോദിക്കാം. ഡു യു ഹാവ് ചേഞ്ച് ഫോർ 100 rupee നോട്ട്. ഈ 100 രൂപയുടെ നോട്ടൊന്ന് മാറ്റി തരാമോ, ചില്ലറയാക്കി തരാമോ എന്ന് ചോദിക്കില്ലേ. അതിന് ക്യാൻ യു ചേഞ്ച് 100 rupee നോട്ട് ഫോർ മീ എന്നും ചോദിക്കാം. ക്യാൻ യു ചേഞ്ച് 100 rupee നോട്ട് ഫോർ മീ. ചിലപ്പോൾ നമ്മൾ ചോദിക്കില്ലേ, ഈ 100 രൂപയുടെ നോട്ട് മാറിയിട്ട് 2.50 തരാമോ എന്ന്. അത് ഇംഗ്ലീഷിൽ ചോദിക്കുന്നത് ക്യാൻ യു ചേഞ്ച് 100 rupee നോട്ട് ഫോർ 2 50s എന്നാണ്. ക്യാൻ യു ചേഞ്ച് 100 rupee നോട്ട് ഫോർ 2 50s. ചിലപ്പോൾ ആരെങ്കിലും നമ്മളോട് ചില്ലറയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയുമല്ലോ, എൻ്റെ കയ്യിൽ ചില്ലറയൊന്നുമില്ല എന്ന്. അതിന് പറയുന്നത് ഐ ഹാവിൻ ഗോട്ട് എനി ചേഞ്ച് എന്നാണ്. ഐ ഹാവിൻ ഗോട്ട് എനി ചേഞ്ച്. ഐ ഡോണ്ട് ഹാവ് എനി ചേഞ്ച് എന്നും പറയാം. പിന്നെ ചിലപ്പോൾ നമ്മൾ യാത്രയ്ക്കിടയിൽ ടാക്സിയിലോ അല്ലെങ്കിൽ ഓട്ടോയിലോ ഒക്കെ ബാക്കി പൈസ നമുക്ക് ഇങ്ങോട്ട് തരുമ്പോൾ നമ്മൾ പറയുമല്ലോ, ആ ചില്ലറ വെച്ചോളൂ എന്ന്. അത് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് കീപ് ദ ചേഞ്ച് എന്നാണ്. അതായത് യു മേ കീപ് ദ ചേഞ്ച്. അതാണ് നമ്മൾ ഷോർട്ടൻ ചെയ്ത് വളരെ ഇൻഫോർമലായിട്ട് കീപ് ദ ചേഞ്ച് എന്ന് പറയുന്നത്. പലപ്പോഴും യാത്രയ്ക്കിടയിൽ നമുക്ക് ക്യൂ ഒക്കെ നിൽക്കേണ്ടി വരും അല്ലേ. നമ്മൾ ഈ ക്യൂവിൽ ഇങ്ങനെ ക്ഷമയോടെ നിൽക്കുമ്പോൾ ആരെങ്കിലും ആ ഒരു വരി തെറ്റിച്ച് ഇടയിൽ കയറിയാൽ നമ്മൾ എന്ത് പറയും? വരി തെറ്റിക്കരുത്, ഇടയിൽ കയറരുതെന്ന് പറയും അല്ലേ. അപ്പോൾ അതിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് ഡോണ്ട് ജംപ് ദ ക്യൂ എന്നാണ്. ഡോണ്ട് ജംപ് ദ ക്യൂ. എന്നിട്ട് നമുക്ക് അയാളോട് പറയണം എല്ലാവരുടെയും പിന്നിലായിട്ട് പുറകിലായിട്ട് പോയി നിൽക്കൂ എന്ന്. അപ്പോൾ അതിൻ്റെ ഇംഗ്ലീഷിൽ പറയുക പ്ലീസ് ഗെറ്റ് ബിഹൈൻഡ് ദ റെസ്റ്റ് ഓഫ് അസ് എന്നാണ്. ഞങ്ങളെല്ലാവരും നിൽക്കുന്നുണ്ടല്ലോ, അതിൻ്റെ പുറകിലായിട്ട് നിൽക്കാൻ. പ്ലീസ് ഗെറ്റ് ബിഹൈൻഡ് ദ റെസ്റ്റ് ഓഫ് അസ്. അതുപോലെ ഈ തിരക്കുള്ള ബസ്സിലോ ട്രെയിനിലോ ഒക്കെ കയറുമ്പോൾ ആരെങ്കിലുമൊക്കെ നമ്മുടെ കാലിൽ ചവിട്ടിയേക്കാം. അപ്പോൾ നമ്മളെങ്ങനെയാണ് അയാളോട് പറയുക, നിങ്ങളെൻ്റെ കാലിലാണ് ചവിട്ടിയിരിക്കുന്നത്, കാലിൽ ചവിട്ടുകയാണ് ഇപ്പോൾ എന്ന് എങ്ങനെ പറയും? യു ആർ സ്റ്റെപ്പിംഗ് ഓൺ മൈ ഫുട്ട് എന്ന് പറയാം. യു ആർ സ്റ്റെപ്പിംഗ് ഓൺ മൈ ഫുട്ട്. കാലിൽ ചവിട്ടുകയാണ്. അല്ലെങ്കിൽ യു സ്റ്റെപ്പ് ഓൺ മൈ ഫുട്ട് എന്നും പറയാം. നിങ്ങളെൻ്റെ കാലിൽ ചവിട്ടി, യു സ്റ്റെപ്പ് ഓൺ മൈ ഫുട്ട്. അപ്പോൾ നിത്യവും നടത്തുന്ന യാത്രയിൽ ആവശ്യം വരുന്ന കുറച്ച് സെൻറ്റൻസസ് ആണ് ഞാനിന്ന് ഷെയർ ചെയ്തത്. നിങ്ങളിത് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണം, എങ്കിലേ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. ഇന്നത്തെ വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ എന്നെ അറിയിക്കൂ. ഇതുപോലെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള വേറൊരു ടോപ്പിക്കുമായിട്ട് താമസിയാതെ വരാം. അതുവരെ ബൈ.